ലിമുറാദിഹി മിൻക്, അല്ലാഹു എന്തിനാണോ നമ്മളോട് ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞ അള്ളാന്റെ മുറാദ് ഏതാണോ ആ മുറാദിന് വേണ്ടി നീ ഇബാദത്ത് ചെയ്യ്. ലാ ലിമുറാദിക മിൻഹു, നിനക്ക് ചില കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയല്ല നീ ഇബാദത്ത് ചെയ്യേണ്ടത്. നമ്മളൊക്കെ അങ്ങനെ ചെയ്യുന്നവരായിരിക്കും. ചിലപ്പോ ഒരു കാര്യം നേടാനുണ്ടെങ്കിൽ വല്ലാത്ത ഇബാദത്ത്, കാര്യം നേടിയാൽ അങ്ങ് നിർത്തിപ്പോവും. ഒരു കാര്യം നേടാൻ നമ്മൾ ഖുർആൻ ഒരു കുഴപ്പമില്ല, നല്ല തന്നെയാണ്. പക്ഷേ കാര്യം സാധ്യമായാലും അത് കൊണ്ട് നടക്കണം. ഞാൻ നിർത്താനായോ പറഞ്ഞേക്കേ, തങ്ങൾ പാപ്പ വന്നാ നിർത്തേ. നമ്മുടെ പരിപാടിക്ക് ഭീമമായ ചെലവുണ്ട്. ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് സഹകരിക്കണം, നന്നായിട്ട് സഹായിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിക്കട്ടെ, അള്ളാഹു ഖൈറിലാക്കി തരട്ടെ. ഞാനേ എൻ്റെ അടുത്ത് ദുബൈൻ്റെ സാധനമേ ഉള്ളൂ. എൻ്റെ ഷാഫി തരും. ഷാഫിയുടെ അവിടെ നിന്ന് വാങ്ങിക്കോളെ. അള്ളാഹു വിജയിപ്പിക്കട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു ഖബൂലാക്കട്ടെ. എല്ലാവരും ഇന്ന് റാഹത്തിൽ ഒരു ഒറ്റ സ്വലാത്ത് ചൊല്ലിയിരിക്കല്ലേ, മൂന്നെണ്ണം ചൊല്ലിക്കാൻ നേരം കിട്ടുന്നില്ല. സല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. പൈസൊക്കെ ഒന്ന് എടുത്തില്ല, നല്ലതെന്ന് എടുത്ത് വെച്ചേക്ക് വേഗം. അവർ വരുമ്പോൾ ഞാൻ നേരം വൈകണ്ട, പെട്ടെന്ന് കൊടുക്കുക. അള്ളാഹു വിജയിപ്പിക്കട്ടെ, നമ്മളെ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി തരട്ടെ. ഈ ചെയ്യുന്ന സദഖ കൊണ്ട് നമ്മുടെ ഈമാൻ അള്ളാഹു ബലപ്പെടുത്തി തരട്ടെ. നല്ല നിയ്യത്തിൽ ഇൻഷാ അല്ലാഹ് അള്ളാഹു സ്വീകരിക്കട്ടെ. യാ അബ്ദല്ലാഹ്, അള്ളാഹുവിന്റെ ദാസനേ, വഅബ്ദില്ലാഹ ലിമുറാദിഹി മിൻക ലാ ലിമുറാദിക മിൻഹു. ചില ആളുകൾ പറയും, എനിക്ക് അള്ളാഹു സമ്പത്ത് നൽകിയത് എന്റെ ഇബാദത്ത് കൊണ്ടാണ്, എന്റെ ബിസിനസ് നല്ല നിലക്ക് പോകുന്നത് ഞാൻ ചെയ്ത ഹജ്ജ് കൊണ്ടാണ്, ഉംറ കൊണ്ടാണ്. എനിക്ക് അള്ളാഹു സൗകര്യങ്ങൾ തന്നത് എന്നെ അള്ളാഹ് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് അള്ളാഹു എങ്ങാനും ഒരു രോഗമോ ഒരു പരീക്ഷണമോ കൊടുത്താൽ അവർ അള്ളാഹുവിന്റെ മുമ്പിൽ നിന്ന് ഇറങ്ങി ഓടും. അവരൊരിക്കലും പിന്നെ റബ്ബിലേക്ക് വരില്ല. വമിൻഹും മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫിൻ, ചില ആളുകൾ തെല്ലിൽ നിന്നുകൊണ്ട്, വക്കിൽ നിന്ന്, എഡ്ജിൽ നിന്നുകൊണ്ടാണ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത്. കാര്യം നേടാൻ മാത്രം. എന്തെങ്കിലും ഒരു ആവശ്യം മുമ്പിലുണ്ടോ, നടുക്കടലിൽ പെട്ടു, ഇപ്പൊ ഫ്ലൈറ്റ് ഒക്കെ ടർബുലൻസ് വരും, ഇങ്ങനെ എയർ പോക്കറ്റിൽ പെട്ടു ആകെ നമ്മൾ പൊട്ടിപ്പൊളിഞ്ഞ് ചാടുന്നു. ചാടലൊന്നുമില്ലേ, പോയിക്കൊണ്ടിരിക്കുന്ന സാധനം വീഴാറ് വളരെ കുറവാ. ഈ ലാൻഡ് ചെയ്യുമ്പോഴോ പൊങ്ങുമ്പോഴൊക്കെ എന്തെങ്കിലും സംഭവിക്കാറുള്ളൂ, സാധാരണ അങ്ങനെയാണ്. പക്ഷേ ഭയങ്കര കെലിമൊക്കെയാണ് കേൾക്കാം. യാ അല്ലാഹ്, അതുവരെ ഗെയിം കളിച്ചിരിക്കുക. കാരണം ഇതങ്ങ് ആടാൻ തുടങ്ങിയാൽ അതുവരെ സിനിമ കണ്ടോ മുഴുവൻ നിർത്തിച്ചിട്ട് പിന്നെ മുസാഫ് തപ്പിത്തരാ ആകാശത്തെ, അതുവരെ അള്ളാഹിനെ കുറിച്ച് ഓർമ്മ ഉണ്ടാ. അപ്പം അങ്ങോട്ട് തുടങ്ങും ചൊല്ലലും പിടിക്കലും. ഇത് വക്കത്ത് നിന്ന് ഇബാദത്ത് ചെയ്യാന്നതിന് പറയാം. വക്കില് നിൽക്കുകയാണ്, ഇങ്ങോട്ട് വീഴാന്നാണ് തുടങ്ങിയ അപ്പോൾ അവിടെ നിൽക്കും, വക്കില് നിൽക്കും. കുറച്ചവര് ചെയ്യുള്ളൂ. അവിടെ നിന്ന് വക്കുന്നങ്ങ് പോന്നാ പിന്നെ ഓരോ വഴിക്കങ്ങ് പോവും ചെയ്യും. ഇത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. നിങ്ങൾ അള്ളാഹിനെ പറ്റി ടെസ്റ്റ് ചെയ്യണ്ട. അള്ളാഹ് ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞു, അള്ളാഹിന്റെ മുറാദ് അതാണ്. ആ മുറാദിന് വേണ്ടി ഞാൻ ഇബാദത്ത് ചെയ്യാൻ, എന്നല്ലാതെ എനിക്ക് അള്ളാഹിന് കിട്ടേണ്ട ചില മുറാദുണ്ട്, അതിനു വേണ്ടിയല്ല ഞാൻ ഇബാദത്ത് ചെയ്യുന്നത്. മുറാദ് ഉണ്ടെങ്കിൽ തീർച്ചയാക്കിക്കോ, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ എന്തെന്നറിയോ, ആ മുറാദ് ഹാസിലായാലും ഇല്ലെങ്കിലും ഇബാദത്ത് മുടക്കാൻ പാടില്ല. ചിലർ അങ്ങനെയാ, എന്തെങ്കിലും ആവശ്യം, ഒരു രോഗമുണ്ട്, ആ രോഗം മാറിയ പിന്നെ ചൊല്ലാൻ പറഞ്ഞ ദിക്റൊക്കെ ഇട്ടേച്ചു പോകും. ഇനി മതി, സംഗതി നടന്നല്ലോ, ഇനിയിപ്പോ എന്തിനാ. അങ്ങനെയല്ല. യാ ഹാദാ ഉഅ്ബുദില്ലാഹ ലിമുറാദിഹി മിൻക ലാ ലിമുറാദിക മിൻഹു. അള്ളാന്റെ അടുത്ത് നിന്ന് വല്ലതും കിട്ടാനല്ല നീ ഇബാദത്ത് ചെയ്യുന്നത്, നിന്റെ ചില ലാഭങ്ങൾക്കല്ല. പിന്നെയോ അള്ളാഹു എന്തിനാണോ നിന്നോട് ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞത് അതിനാണ് നീ ചെയ്യേണ്ടത് എന്ന് മഹാനവറുകൾ വിവരിക്കുകയാണ്. മുഅ്മിനീങ്ങളായ ആളുകൾ അറിയണം. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാക്ക്, മാ നളർതു ബിബസ്രി, എന്റെ കണ്ണുകൊണ്ട് ഞാൻ നോക്കുമ്പോഴെല്ലാം,
വലാ നതഖ്തു ബിലിസാനി, എന്റെ നാവ് കൊണ്ട് ഞാൻ വല്ലതും പറയുമ്പോഴെല്ലാം, വലാ ബതഷ്തു ബിയദി, എന്റെ കൈ കൊണ്ട് സ്പർശിക്കുമ്പോഴെല്ലാം, വലാ നഹദതു അലാ ഖദമി, എന്റെ കാലുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോഴെല്ലാം, ഹത്താ അൻദുറ അലാ ത്വാഅത്തില്ലാഹ് ഔ അലാ മഅസിയതിഹി, ഞാൻ ഈ ചെയ്യാൻ പോകുന്നത് അല്ലാഹുവിനെ അനുസരിക്കലാണോ അല്ലാഹുവിനെ തെറ്റ് ചെയ്യലാണോ എന്ന് ചിന്തിക്കുകയാണ്. അത് അല്ലാഹുവിന്റെ അനുസരണയാണെങ്കിൽ മാത്രമേ ഞാനത് പറയൂ, ഞാനത് തൊടൂ, ഞാനത് നോക്കൂ, ഞാൻ അതിലേക്ക് നടക്കൂ. അത് അല്ലാഹുവിന് ഇഷ്ടമല്ല എങ്കിൽ ഞാനത് ചെയ്യാറില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് എന്നറിയപ്പെടുന്ന അൽ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു വറഹ്മത്തുള്ളാഹി അലൈഹി. യാ അല്ലാഹ്, മുൻഗാമികളായ സമുദായങ്ങൾക്ക് അല്ലാഹു നൽകിയ കിതാബുകളിൽ ഉണ്ടത്രേ, മൻ അഹബ്ബല്ലാഹ ലം യകുൻ ശൈഉൻ ഇൻദഹു ആഥറു മിൻ റിളാ, അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടാൽ അല്ലാഹുവിന്റെ ഇഷ്ടമാണ് നമ്മുടെ ഏറ്റവും വലിയ ഇഷ്ടം. If you love Allah, you will prefer His pleasure than anything else. അല്ലാഹുവിന്റെ തൃപ്തിയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ? അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട മുഹിബ്ബീങ്ങളുടെ ഹൃദയം ശുദ്ധമാണ്, അതുപോലെ ഹൃദയം ശുദ്ധമാക്കിക്കോളി. സ്വർഗത്തിലേക്ക് പോകാൻ ഇത്രമേൽ എളുപ്പമുള്ള ഒരു അമല് വേറെയില്ല. ഖൽബിൽ ആരോടും ദേഷ്യം വെക്കല്ലേ. റമദാനാണ് വരുന്നത്. ഒരുപാട് നമ്മളെ വേദനിപ്പിച്ചവർ, ഒരുപാട് നമ്മളെ ദുഃഖിപ്പിച്ചവർ, കരയാൻ ഒരുപാട് അവസരങ്ങൾ ഉണ്ടാക്കി വെച്ചവർ, നമ്മുടെ മേൽ ഭാരം ചുമത്തി വെച്ചവർ, നമ്മളെ ആക്ഷേപിച്ചവർ, നമ്മളെ പരിഹസിച്ചവർ, ഇങ്ങനെ ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മുടെ പഠിക്കുന്ന സ്കൂൾ മുതൽ മദ്രസ കാലം മുതൽ ഇപ്പോഴുണ്ടായിരിക്കും. എല്ലാവർക്കും പുറത്തു കൊടുക്കുക, എല്ലാവർക്കും മാപ്പ് ചെയ്തു കൊടുക്കുക, നിരുപാധികം മാപ്പ്. മുത്തനബിയുടെ ഒരു കവിതയുണ്ട്, അയാളുടെ പ്രേമഭാചനത്തെ കുറിച്ച് പറഞ്ഞതാ. പക്ഷേ അത് തൗഹീദിന്റെ മധുരമറിയുന്ന മുഅ്മിനീങ്ങൾക്ക് ഹൃദയം ശുദ്ധമാക്കാൻ നല്ലതാണ്. അറൂഹു വഖദ് ഖതംതു അലാ ഫുആദി ബിഹുബ്ബിക അയ്യഹുല്ല ബിഹി സിവാക, ഞാൻ മെഹബൂബേ നിന്റെ അരികത്ത് നിന്ന് ഇറങ്ങി നടക്കുകയാണ്. എന്റെ ഹൃദയം സീല് വെച്ച് പൂട്ടിയിരിക്കുന്നു. ഈ ഹൃദയത്തിലേക്ക് ഇനി വേറെ ഒരാളും കയറി വരരുത്. അള്ളാഹുവിനെ പറ്റി എങ്ങനെയാ മനസ്സിലാക്കേണ്ടത്? അള്ളാഹിന്റെ മഹബത്തിനൂടെ പൈസന്റെ മഹബത്ത് അത് വരരുത്. കാറിനോടുള്ള മഹബത്ത് അല്ലെങ്കിൽ ലക്ഷറിയോടുള്ള മഹബത്ത് ഇത് വേണ്ട. മഹബത്ത് അള്ളാഹുവിനാണ്. മറ്റേതൊക്കെ ദുന്യാവിൽ ആവശ്യമുള്ള ഖദർ എന്നൊക്കെ ഉപയോഗിക്കാം. പക്ഷെ എന്ത് ചെയ്യരുത്? അതല്ല നമ്മുടെ ലക്ഷ്യമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഫലൗ അന്നിസ്തതഅതു ഗളൽതു തർഫി ഫലം അൻദുർ ബിഹി ഹത്താ അറാക, അല്ലാഹുവേ എനിക്ക് കഴിയുമായിരുന്നുവെങ്കിൽ എന്റെ കണ്ണ് ഞാൻ പൂട്ടുമായിരുന്നു. ആ കണ്ണ് ഞാൻ തുറക്കുന്നത് റബ്ബേ നിന്നെ കാണുമ്പോഴായിരിക്കും. If I could, I would close my eyes and I would open it only when I see you, Allah. നമ്മുടെ കണ്ണുകൊണ്ട് അല്ലാഹുവേ നിന്നെ കാണുമ്പോഴേ ഞാൻ എൻ്റെ കണ്ണ് തുറക്കുള്ളൂ. അതുവരെ കണ്ണുപൂട്ടി നടക്കാൻ എൻ്റെ ആഗ്രഹം പടച്ചവനെ. മൂപ്പരെ പ്രേമഭാജ ലവറെ കുറിച്ച് പറഞ്ഞതാ. വേറെ ആരും കാണണ്ട, എനിക്ക് നിന്നെ മാത്രം കണ്ടാൽ മതി. പക്ഷെ അത് നമ്മൾ ഈമാനിന്റെ വശത്തേക്ക് എടുത്തു നോക്കൂ. പറ്റുമെങ്കിൽ അങ്ങനെയാണ്. أحبك لا ببعضي بل بكلي وإن لم يبق حبك لي حراكا, നിന്നെ ഞാൻ സ്നേഹിക്കുന്നത് എന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗമല്ല, എന്റെ ശരീരം മുഴുവനുമാണ് നിന്നെ സ്നേഹിക്കുന്നത്. നിന്റെ സ്നേഹം കൊണ്ട് എനിക്കൊന്ന് അനങ്ങാൻ പോലും പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. في الأحباب مخصوص بوجد وآخر يدعي معه اشتراكا, സ്നേഹിക്കുന്നവർ ഒരാളെ മാത്രം മറ്റൊരാളെയും സ്നേഹിക്കാതെ ഒറ്റക്ക് സ്നേഹിക്കുന്നവരുണ്ട്. ചില ആളുകൾ തന്റെ സ്നേഹത്തോടൊപ്പം മറ്റു പലരെയും ചേർത്ത് വെക്കുന്നവരുണ്ട്. എന്നാൽ അല്ലാഹുവേ എന്റെ സ്നേഹത്തിൽ നീ മാത്രമാണ്. എങ്ങനെ അറിയും സ്നേഹം അങ്ങനെയാണെന്ന്? إذا اشتبكت دموع في خدود تبين من بكى ممن تباكى,
കവിളിലൂടെ കണ്ണുനീര് ചാലിട്ടൊഴുകുമ്പോൾ അറിയാം ആരാണ് ശരിക്കും കരയുന്നത്, ആരാണ് ഉണ്ടാക്കി കരയുന്നത് എന്ന്. മരിച്ച വീട്ടിൽ സങ്കടപ്പെട്ട് കരയുന്നുണ്ടാവും. അത് ചിലര് വെറുതെ ആക്ട് ചെയ്യായിരിക്കും, ചിലർ ശരിക്കും കരയായിരിക്കും. കണ്ണുനീര് കാണുമ്പോ അറിയാം ആരാണ് ശരിക്ക് കരയുന്നത്, ആരാണ് ഉണ്ടാക്കി കരയുന്നത് എന്ന്. ആരുടെ ക്രൈയാണ് ഫേക്ക്, ആരുടേതാണ് ജെനുവിൻ. ഇത് അവരുടെ you could identify from the tears on the cheek. കാണാൻ പറ്റും. فأما من بكى فيذوب وجدا وينطق بالهوى من قد تشاكى. സ്നേഹിക്കുന്നവർ സ്നേഹം കൊണ്ട് അലിഞ്ഞു പോവുകയാണ്. Those who love sincerely, they may melt in love. وَيَنْتِقُ بِالْهَوَى مَنْ قَدْ تَشَاكَى. And those who pretend to be loving, they would be expressive, they would be talking a lot, but their heart is not loving really. ഹൃദയം കൊണ്ട് ശരിക്ക് സ്നേഹിക്കാതെ നാവുകൊണ്ട് വെറുതെ പറയുന്നവർ, അത് ഉണ്ടാക്കുന്ന കാണിച്ചു വെക്കുന്ന സ്നേഹമാണ്. യഥാർത്ഥ സ്നേഹം ഒരു വാക്കുപോലും പറയാതെ ആ സ്നേഹത്തിൽ അലിഞ്ഞു പോകുന്ന ആളുകൾ സ്നേഹിക്കുന്നത് വല്ലാത്ത സ്നേഹമാണ്. നമുക്ക് അല്ലാഹുവിനോട് അങ്ങനെ ഒരു സ്നേഹം ഖൽബിനുള്ളിൽ തോന്നണ്ടേ? റബ്ബ് നമുക്ക് റമദാൻ എന്ന വസന്തം നൽകി, ഹബീബ് എന്ന അഷ്റഫുൽ ഖൽഖിനെ നമ്മുടെ നബിയായി തന്നു, റബ്ബിന്റെ കലാം വിശുദ്ധ ഖുർആൻ നമുക്ക് ഇറക്കി തന്നു, ലൈലത്തുൽ ഖദ്ർ തരാൻ പോകുന്നു. എല്ലാം തന്നിട്ട് എൻ്റെ അടുത്തേക്ക് വരിൻ. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. Allah is inviting you to the house of peace. സമാധാനത്തിന്റെ വീട്ടിലേക്ക് അള്ളാഹു നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാണ്. യദ്ഉ, അള്ളാഹ് വെറുതെ വിളിക്കാനായിരുന്നു. ശരിക്കും ഭക്ഷണത്തിന് ആളയച്ച് ക്ഷണിച്ചു വരുത്തുന്നതിനാ ശരിക്കും യദ്ഉ എന്ന് പറയാ. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. അള്ളാഹു നിങ്ങളെ സ്വർഗത്തിലേക്ക് കൈപിടിച്ച് വിളിച്ചു കൊണ്ടുപോവുകയാണ്. എന്നിട്ട് നമ്മൾ കുതിരയോട് ഞാനില്ല, വഴിക്ക് ഞാനില്ല. സുബ്ഹാനല്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഹൃദയത്തിൽ, അല്ലാഹുവിനോട് ഹൃദയത്തിൽ കലർപ്പില്ലാത്ത സ്നേഹം അല്ലാഹു നമുക്കത് നൽകട്ടെ. എന്ന് വെച്ച് മാതാപിതാക്കളെ സ്നേഹിക്കേണ്ട എന്നല്ല പറഞ്ഞത്, ഭാര്യയെ, മക്കളെ, നമ്മുടെ സുഹൃത്തുക്കളെ അവരോടൊന്നും സ്നേഹം വേണ്ട എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. പരമമായ സ്നേഹം അത് അല്ലാഹുവിനോട് മാത്രമാണ്, അല്ലാഹുവിനോട് മാത്രമാണ്. ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബാ. അല്ലാഹു ഏറ്റവും നല്ലത് മാത്രം സ്വീകരിക്കുന്നവനാണ്. അല്ലാഹു ശുദ്ധമായ ഹൃദയമേ റബ്ബ് സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹമുണ്ടെങ്കിൽ ശുദ്ധമായ ഹൃദയത്തോടെ റബ്ബിനെ സ്വീകരിക്കുക. തങ്ങളാണോ ബഹുമാനപ്പെട്ട സയ്യിദ് സാബിഖ് അലി ശിഹാബ് തങ്ങൾ അവറുകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. ഇൻഷാ അല്ലാഹ് ഈ പരിപാടിയുടെ അവസാന ഭാഗം ആയി തുടങ്ങി. പ്രാർത്ഥനയ്ക്ക്, ദിക്ർ, ദുആഇന് നേതൃത്വം കൊടുക്കാനാണ് തങ്ങൾ എത്തുന്നത്. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. തങ്ങള് ഫൈല് കൂടിയേട്ടാ, തങ്ങള് പട്ടിക്കാട് ജാമ്യാനിരുന്ന് ഫൈലി ബിരുദം വാങ്ങിയ ആളാണ് സാബിഖ് അലി ശിഹാബ് തങ്ങൾ അവറുകൾ. അതുകൊണ്ട് വളരെ ആധികാരികമായിട്ട് തന്നെ നല്ലൊരു വേളൊക്കെ തങ്ങൾ സാധാരണ പറയാറുണ്ട്. ഇവിടെ സമയമില്ലാത്തത് കൊണ്ട് വേളുണ്ടാകുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ദുആഇനും ദിക്റിനും ഒക്കെ നേതൃത്വം നൽകി ഇൻഷാ അല്ലാഹ് ഈ പരിപാടിക്ക് ഖിതാമുഹു മിസ്ക്, നല്ല ഒരു പരിശുദ്ധ സീലി വെച്ച് ഈ പരിപാടി അവസാനിപ്പിക്കണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തങ്ങൾക്ക്, നമ്മുടെ സയ്യിദന്മാർ, ഉലമാ, ഉമറാ, ദീനിന്റെ ഖാദിമീങ്ങൾക്കൊക്കെ അല്ലാഹു വലിയ തൗഫീഖും അവരുടെ ജീവിതത്തിലൊക്കെ വലിയ വിജയവും എല്ലാം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങാനുള്ള സമയമായി. അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അനുയായികളായി, മുഹബ്ബീങ്ങളായി ജീവിച്ചു മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അൽഹുമ്മ തുദ്ഹിബുൽ ഖതായാ കമാ യുദ്ഹിബുൽ കീറു ഖബസ് അൽ ഹദീദ്.
സ്വർഗത്തിലേക്ക് ഒരു നിമിഷം പോലും നരകം തൊടാതെ ചില ആളുകളെ അള്ളാഹു സ്വർഗത്തിലേക്ക് അയക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്തു പോയ തെറ്റുകൾക്ക് ഇവിടെ തന്നെ ശിക്ഷ കൊടുത്ത് അള്ളാഹു ഡയറക്റ്റ് കൊണ്ടുപോകുന്നവരുണ്ട്. പിന്നെ പരലോകത്ത് ശിക്ഷ ഉണ്ടാവില്ല. അങ്ങനെ ചിലത് വിശുദ്ധ ഹദീസിൽ കാണാം. തിന്മ ചെയ്യുന്ന മുഅ്മിനീങ്ങൾ തിന്മ ചെയ്യൂല, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയവർ, അതിൽ വിശ്വസിക്കുന്നവർ തെറ്റുകൾ ചെയ്യില്ല എന്നതിനർത്ഥമില്ല. തെറ്റ് സംഭവിക്കും. നമ്മളൊക്കെ we are all humans, we would make mistakes. പക്ഷേ ഉടനെ തൗബ ചെയ്യും, ഉടനെ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങും. ഹദീസിൽ കാണാം പനി ഫീവർ, അസുഖം. പനി എന്ന് പറയുന്നത് തുദ്ഹിബുൽ ഖതായ, ചെയ്തു പോയ തെറ്റുകളെ ഇല്ലാതെയാക്കും. കമാ യുദ്ഹിബുൽ കീറു ഖബസൽ ഹദീദ്, ഇരുമ്പിന്റെ കറകളൊക്കെ ബ്ലാക്ക് സ്മിത്ത് അയാളുടെ ഉലയിൽ ഊച്ചി കാച്ചിയെടുത്തിട്ട് അതിന്റെ കറ കളയുന്ന പോലെ നമ്മുടെ ശരീരത്തിലെ തെറ്റുകൾ പനി കാരണം അല്ലാഹു കളയുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുല്ലാഹി ഇബ്നു മുഗഫൽ റളിയല്ലാഹു അൻഹു ഒരു കഥ പറയുന്നുണ്ട്, ഹദീസിലുണ്ട്, സ്വഹീഹ് മുസ്ലിമിൽ. ഒരു അന്ന റജുലൻ റഅംറഅതൻ കാനത് ബഗിയൻ ഫിൽ ജാഹിലിയ്യ, ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ്, ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് വ്യഭിചാരം ചെയ്തിരുന്ന ഒരു പെണ്ണുമായി സ്നേഹത്തിലായിരുന്ന ഒരാൾ. പിന്നെ രണ്ടുപേരും മുസ്ലിമായി. ثم أسلما كلاهما, രണ്ടുപേരും മുസ്ലിമാവുകയുണ്ടായി. രണ്ടുപേരും ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇസ്ലാം കടന്നു വന്നാൽ പിന്നെ അവിഹിതമായ ബന്ധങ്ങളെ ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഈ പെണ്ണൊരു വഴിക്ക് വരുന്നു, ഇയാൾ ഇപ്പുറത്തും കടന്നു വരുന്നു. ജാഹിലിയ്യ കാലത്തിലെ കാമുകന്മാർ അവർ രണ്ടുപേരും വഴിയിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ അവരുടെ പഴയകാലം ഇങ്ങനെ ഓർക്കുകയാണ്. അപ്പൊ അവളോടൊന്ന് തമാശ പറയണം. പണ്ടത്തെ ഗേൾഫ്രണ്ടാണ്. എന്തെങ്കിലും ഒന്ന് കുശലം പറയണം, എന്തെങ്കിലും ഒരു തമാശ പറയണമെന്ന് വിചാരിച്ച് ആ പെണ്ണിന്റെ കൈ പിടിക്കാൻ വേണ്ടി ഈ സ്വഹാബി കൈ നീട്ടുമ്പോൾ ആ പെണ്ണ് പറഞ്ഞു, കൈ തുടരരുത്. ഇന്നല്ലാഹ ഖദ് അദ്ഹബ അശ്ശിർക വജാഅ ബിൽ ഇസ്ലാം, ഇസ്ലാം നമുക്ക് അല്ലാഹു നൽകിയല്ലോ, ശിർക്കിന്റെ കാലം കഴിഞ്ഞുപോയി. അതുകൊണ്ട് നമ്മളിപ്പോ മുസ്ലിമീങ്ങളാണ്. ഞാനും നിങ്ങളും ഭാര്യയും ഭർത്താവും അല്ലാത്തതിന്റെ പേരിൽ നമുക്ക് തൊടാൻ പാടില്ല എന്ന് ആ പെണ്ണ് പറഞ്ഞപ്പോൾ ഈ സ്വഹാബിക്ക് പെട്ടെന്ന് ബോധം തെളിഞ്ഞു. വേണ്ട ഇനി മിണ്ടാണ്ട് പോയി. ഇന്ന് കോളേജിലൊക്കെ I'm talking to the girls and boys, students. You may think it's okay to put your hand on somebody else's shoulder. A girl on the shoulder of a boy, and a boy the shoulder of a girl. You feel that is friendship. If you are adults, it is not allowed in Islam. Unless you marry her, give her mahar. Until then, it's not allowed. You may call it friendship, you may call it freedom, could be your bestie or whatsoever. These two, a Sahabi and his girlfriend, who was his girlfriend in the pre-Islamic time, when they're meeting together, he wanted to talk to her, he wanted to touch her, and she says, don't. Allah has brought us Islam, and Allah has saved us from ignorance. How can you touch me? I'm not your wife. And the Sahabi leaves her. He repents. He remembers the rules of Allah. He walks away and she walks off. രണ്ടുപേരും തിരിച്ചു നടക്കുകയാണ്. അതാണ് ഇസ്ലാം. പക്ഷേ ഈ സഹാബി ഇങ്ങനെ നോക്കി നടന്ന് അവള് പോവാണ്. ബാക്കിങ്ങൊക്കെ നോക്കി ഒരു മതിൽ പോയി തലയിടിച്ചു. അങ്ങനെ നെറ്റിയിൽ നിന്ന് ചോര വന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് വന്നു. ഞങ്ങൾ ചോദിച്ചു, എന്തേ പറ്റിയത്? എന്തേ നെറ്റിയിൽ ഇങ്ങനെ മുറിവുണ്ടല്ലോ? പറഞ്ഞു, നബിയെ, കഥ എങ്ങനെയാണ്? എനിക്ക് അവളെ വലിയ ഇഷ്ടമായിരുന്നു. ഞാൻ തൊടാനൊന്നും പോയില്ല. പക്ഷേ എനിക്ക് അവളെങ്ങനെ നോക്കി നിൽക്കണമെന്ന് തോന്നി. ഇങ്ങനെ ബാക്കോട്ട് നടന്നപ്പോ തല ചെന്ന് മുട്ടിയതാണ്.
നിനക്ക് അല്ലാഹു ഖൈർ ചെയ്തു, ഇതിന്റെ ശിക്ഷ നാളെ പരലോകത്ത് നൽകേണ്ടതിന്റെ പകരം അല്ലാഹു ഇവിടെ തന്നെ നിനക്ക് നൽകിയിരിക്കുകയാണ്. ദുന്യാവെന്ന് കൊടുക്കൂ. എന്തിനറിയോ? നാളെ ഡയറക്റ്റ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ. ഇങ്ങനെയും ചില ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ രക്ഷപ്പെടുത്തുന്നുണ്ട്, ഇവിടെ ചില പരീക്ഷണങ്ങളും രോഗങ്ങളും കൊടുത്തുകൊണ്ട്. യാ അല്ലാഹ്, ഖദ് അദ്ഹബല്ലാഹു അശ്ശിർക വജാഅ ബിൽ ഇസ്ലാം. മുഅ്മിനീങ്ങളെ, തിന്മകളിലേക്കുള്ള ലാഞ്ചന നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരുമ്പോ ഈ പെണ്ണ് ആ സ്വഹാബിയോട് പറഞ്ഞ വാക്കുകൾ നമ്മൾ ഓർക്കുക. തിന്മകളിലേക്ക് മനസ്സ് പോകുമ്പോൾ ആ മഹദി പറഞ്ഞ വാക്കോർക്കണം. ആ പെണ്ണ് വ്യഭിചാരം ചെയ്ത പെണ്ണായിരുന്നു ഇസ്ലാം വരുന്നതിന് മുമ്പ്. ഇസ്ലാം സ്വീകരിച്ചു. അല്ലാഹു നമുക്ക് ഇസ്ലാം തന്നില്ലയോ, ഇനി നമുക്കത് പാടുണ്ടോ എന്ന് ചിന്തിക്കുന്നത്. പിന്നെ ഓർക്കണം, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫൂ വലാ തഹ്സനൂ. അല്ലാഹുവിൽ വിശ്വസിക്കുകയും നേരായ മാർഗത്തിൽ നേർവഴിയിൽ തന്നെ അല്ലാഹുവിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമാണ് നല്ല നിലക്ക് മരിക്കാൻ കഴിയൂ, ഈമാൻ സലാമത്താവൂ. അവർക്കാണ് അല്ലാഹുവിന്റെ മലക്കുകൾ വന്ന് കൈപിടിക്കുന്നത്. അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, പേടിക്കണ്ട, സങ്കടപ്പെടണ്ട, നിങ്ങൾക്ക് നാളെ സ്വർഗമുണ്ട് എന്ന് മുഅ്മിനീങ്ങളോടാണ് അല്ലാഹു എന്ന് പറയാ, അല്ലാഹുവിന്റെ മലക്കുകൾ വന്ന് പറയുന്നത്. അത് ലഭിക്കണമെങ്കിൽ ഞാൻ ഈ തെറ്റ് ചെയ്യരുത് എന്ന് ഓർക്കണം. മൂന്നാമത്തേത്, അല്ലാഹുവിന്റെ കലാമിലെ സൂറത്തുൽ അലഖിലും സൂറത്തുൽ ഫജ്റിലുമുള്ള 2 ആയത്തുകൾ ഓർമ്മ വരണം. അലം യഅലം ബിഅന്നല്ലാഹ യറാഹ്. Don't you know that Allah is watching over you? അല്ലാഹു നിങ്ങളെ വാച്ച് ചെയ്യുകയാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ലേ? അല്ലാഹു ചോദിക്കുകയാണ്. അലം യഅലം ബിഅന്നല്ലാഹ യറാഹ്. അല്ലാഹു കാണുന്നുണ്ട് എന്നവർ മനസ്സിലാക്കുന്നില്ലേ? സൂറത്തുൽ ഫജ്ർ, ഇന്ന റബ്ബക ലബിൽ മിർസാദ്. അല്ലാഹു നിങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന ആയത്ത് ഓർമ്മ വരണം. സഹിഹായ ഹദീസിൽ നബി തങ്ങൾ പറയുമായിരുന്നു, അല്ലാഹുവിനെ നിങ്ങൾ പേടിക്കണമേ, നിങ്ങളുടെ കുടുംബത്തിലെ ഒരു നല്ല മനുഷ്യൻ കാണുന്നത് നിങ്ങൾ പേടിക്കുന്ന പോലെ. തെറ്റുകൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലെ ഒരു മുതിർന്ന ആള് കാണുന്നത് നിങ്ങൾക്ക് എത്ര മോശമാണ്, അതുപോലെ അല്ലാഹുവിനെ പേടിക്കണമേ. അല്ലാഹു നമുക്ക് തഖ്വയും ഈമാനും വർദ്ധിപ്പിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് പ്രതിഫലമുള്ള മഹത്വമുള്ള ഒരു വചനമാണ് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാൻ അവസാനിപ്പിക്കാം. തങ്ങളുടെ പ്രാർത്ഥന, ദിക്ർ, ദുആ മജ്ലിസിന് വഴിമാറുകയാണ്. ആ ഒരു സയ്യിദിന്റെ ഒരു ആമീനും സയ്യിദിന്റെ ഒരു ദുആവും അതിന് നിങ്ങളൊക്കെ പറയുന്ന ആമീൻ എന്തായിരുന്നാലും അല്ലാഹു അതിന് ഉത്തരം നൽകും. നമ്മുടെ പ്രാർത്ഥനകളെ അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഹത്വം അല്ലാമ ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി തആല അലൈഹി കലിമത്തുൽ ഇഖ്ലാസ് വ തഹ്ഖീഖു മഅനാഹാ, അതിന്റെ മഅനയെ വിവരിച്ചുകൊണ്ട് മഹാനവറുകൾ എഴുതിയ ഗ്രന്ഥം. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയല്ലേ അല്ലാഹു നമ്മളെ പടച്ചത്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനും പഠിപ്പിക്കാനുമല്ലേ പ്രവാചകന്മാർ കടന്നു വന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വർഗത്തിന്റെ താക്കോലല്ലയോ, മുർസലീങ്ങളുടെ പ്രാർത്ഥനയല്ലയോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് നരകത്തിൽ നിന്നുള്ള കാവലാണ്. വാങ്ക് വിളിക്കുന്ന മുഅദ്ദിൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വാങ്ക് വിളിക്കുന്നത് പുണ്യനബി കേട്ടപ്പോൾ ആ വാങ്കിന് മറുപടിയായി നബി ഞങ്ങൾ പറഞ്ഞു, ഖറജ മിനന്നാർ, നരകത്തിൽ നിന്ന് ആ മുഅദ്ദിന് രക്ഷപ്പെട്ടിരിക്കുന്നു. മുഅദ്ദിനുമാർ ചെയ്യുന്നത് ഭയങ്കരമായ ജോലിയാണ്. അവർ ശമ്പളം വാങ്ങിക്കോട്ടെ, പക്ഷെ മുഅദ്ദിന്റെ നിയ്യത്ത് എന്താവണം? ഞാൻ അല്ലാഹുവിന് വേണ്ടിയായി പണി ചെയ്യുന്നത്, സാലറി കിട്ടിയാലും ഇല്ലെങ്കിലും ഞാൻ വാങ്ങിക്കൊടുക്കും എന്നൊരു നിയ്യത്ത് അവിടെ കിടക്കട്ടെ. മുഅദ്ദിനുമാർ ദയവ് ചെയ്ത് പള്ളിയിലെ മൂത്രപ്പുര കഴിപ്പിക്കാനുള്ളതല്ല. മുഅദ്ദിനുമാർ ഒരിക്കലും ചെയ്യിപ്പിക്കരുത്. ഒരിക്കലും ഒരു മുഅദ്ദിന് വാങ്ക് വിളിക്കുന്ന ഒരു മനുഷ്യനെ കൊണ്ട് മൂത്രപ്പുരയും കക്കൂസും കഴിപ്പിക്കുക മോശമാണ്. ആ മനുഷ്യരെ തരം താഴ്ത്തലാണത്.
നമ്മൾക്കൊക്കെ വേണ്ടി ഉമ്മത്തിന്റെ പ്രതിനിധികളായി അവർ കൊടുക്കുന്ന വാങ്ക് നമ്മൾ കൊടുക്കേണ്ട വാങ്കാണ്. നമുക്ക് വേണ്ടി ഒരാൾ വാങ്ക് വിളിക്കുമ്പോ ആ മനുഷ്യനെ കൊണ്ട് കക്കൂസ് കഴിപ്പിക്കുക. ദയവ് ചെയ്ത് പള്ളി കമ്മിറ്റിക്കാർ, നിങ്ങളിവിടെ നടക്കണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല, ഏതെങ്കിലും വല്ല മനുഷ്യനെ കൊണ്ടൊന്ന് ചെയ്യിപ്പിച്ചോളൂ, അവർക്ക് പൈസ കൊടുത്തോളൂ. മുക്രിമാരെ കൊണ്ടും മുഅദ്ദിനുമാരെ കൊണ്ടും മൂത്രപ്പുര കഴിപ്പിക്കരുത്. വേറെ എന്ത് ജോലികൾ കൊടുത്തോളൂ, ഹുർമത്തുള്ള ജോലി. അവരെ ഈ പണിക്ക് കൊടുക്കുക. നമ്മൾ പോയി മൂത്രമൊഴിക്കുന്നത് അവരെ കൊണ്ട് കഴിപ്പിക്കേ. എത്ര വലിയ മോശമാണ് നമ്മൾ ചെയ്യുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അഹ്ലുകാർ, 5 നേരം കലിമത്ത് തൗഹീദ് വിളിച്ചു പറയുന്ന ആൾക്കാർ, അവരെ നമ്മൾ നാണം കെടുത്താണോ? ഒരിക്കലും ചെയ്യരുത്, ഒരിക്കലും ചെയ്യരുത്. അങ്ങനെയൊക്കെ മാമൂലുണ്ടായിരിക്കാം, തിരുത്തുക. ഇനി മുതൽ ചെയ്യരുത്. ഖറജ മിനന്നാർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ മുഅദ്ദിൻ, ആ വാക്ക് പറഞ്ഞു തീരുമ്പോൾ നബി ഞങ്ങൾ പറയാ, ആ മുഅദ്ദിൻ നരകത്തിൽ നിന്ന് പുറത്തു കടന്നു. യാ അല്ലാഹ്, അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് മഗ്ഫിറത്തിന്റെ കലിമയാണ്, പാപമോചനത്തിന്റെ കലിമത്താണ്. അബൂദർ തങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയെ, നരകത്തിൽ കടക്കാതെ സ്വർഗത്തിലേക്ക് കയറാൻ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു തരണമേ എന്ന് ചോദിച്ചപ്പോ തങ്ങൾ പറഞ്ഞു, ഇദാ അമിൽത സയ്യിഅതൻ ഫഅമൽ ഹസന, ഒരു തെറ്റ് ചെയ്താൽ ഉടനെ നിങ്ങൾ നന്മ ചെയ്യണം. കാരണം യാ റസൂലല്ലാഹ് ഫഇന്നഹാ അശ്റു അംസാലിഹാ, ഒരു തെറ്റിന് ഒരു നന്മ, ഒരു നന്മയെ അള്ളാഹു 10 ആക്കിയിട്ടാ കൂട്ടുക. അപ്പൊ ഒരു തെറ്റ് ചെയ്താൽ 10 നന്മ ഇപ്പുറത്തതിന് പ്രായശ്ചിത്തം ചെയ്യണം. 10ന് 1 ചെയ്താൽ തന്നെ മതി, 1ന് അള്ളാഹു 10 ആയിട്ടാ കൂട്ടുക. ഒരു തിന്മ ചെയ്താൽ ഒരു നന്മ ഉടനെ ചെയ്യണം. ഇഫ് യു മേക്ക് സംതിങ് റോങ്, do something good, because every good deed is multiplied by 10. ഓരോ നന്മക്കും 10 കൂലിയാണ്. അതുകൊണ്ട് ഒരു തെറ്റ് ചെയ്താൽ ഉടനെ നന്മ ചെയ്യണം. യാ റസൂലല്ലാഹ്, പൊന്നാര നബിയേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മിനൽ ഹസനാത്ത്. അപ്പൊ എന്താ ഈ നന്മ ചെയ്യാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്നാ? പൈസ കൊടുക്കണം എന്നാണോ? 2 റക്അത്ത് നിസ്കരിക്കണം എന്നാണോ? അബൂദർ തങ്ങൾ നമുക്ക് വേണ്ടി ഒരു കാര്യം ചോദിച്ചു. എന്താ നബിയേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞൊരു ഹസനത്തല്ലേ? ഹിയ അഹ്സനുൽ ഹസനാത്ത്, നന്മകളിലെ ഏറ്റവും വലിയ നന്മയാണത്. അപ്പൊ ഒരു തെറ്റ് ചെയ്താൽ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ഒരു വട്ടം ചൊല്ലിയാൽ നിങ്ങളുടെ തെറ്റിനെ പുറപ്പിക്കാൻ അത് മതി. ചെറുദോഷങ്ങളാണെങ്കിൽ അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാന്മാരിൽ ഒരാൾ മരണപ്പെട്ടപ്പോ അവരോട് ചോദിച്ചു, എന്താണ് ഖബറിലെ അവസ്ഥ? എന്താണ് ഖബറിലെ അവസ്ഥ? ആ മഹാൻ കൊടുത്ത മറുപടി, മാ അബ്ഖത് ലാ ഇലാഹ ഇല്ലല്ലാഹു ശൈആ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാം മായ്ച്ചു കളഞ്ഞു തന്നു, എല്ലാ തെറ്റുകളും അല്ലാഹു പുറത്തു തന്നു, ഞാൻ അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാം വഫാത്താകാൻ കിടക്കുമ്പോ മകനോട് പറഞ്ഞു, മോനെ, മുഅ്മിനല്ലാത്ത മോനുണ്ട്, മറ്റു 3 മക്കൾ മുസ്ലിമീങ്ങളാ, ഒരു മോൻ കൻആൻ മുസ്ലിം അല്ലായിരുന്നു. 3 മക്കളോടുമായി പറഞ്ഞത്, മോനെ, ആമുറുക ബിലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിക്കണമേ. ഫഇന്നസ് സമാവാതി സബ്അ, കാരണം 7 ആകാശങ്ങളും വല്ലറദീന സബ്അ, 7 ലെയറുകളുള്ള ഭൂമിയും, ലൗദിഅത് ഫീ കിഫ, ഇതെല്ലാം ഒരു തുലാസിന്റെ ഒരു തട്ടിലും, വൗദിഅത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫീ കിഫത്തിൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം ആ സ്കെയിലിന്റെ തുലാസിന്റെ മറ്റൊരു തട്ടിലും വെച്ചാൽ, റജഹത് ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഭാരമാണ് ഈ പ്രപഞ്ചത്തെക്കാളും ഖനം തൂങ്ങുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിന്റെ ചില മഅന മനസ്സിലാക്കുക, അല്ലാഹുവിലേക്ക് അടുക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. إذا قال العبد لا إله إلا الله والله أكبر صدقه ربه, അല്ലാഹു നമ്മളെ സത്യസന്ധരായി അംഗീകരിക്കണമെങ്കിൽ നമ്മൾ പറയണം, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ചൊല്ലിക്കോളൂ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അഫ്ളലു ദിക്രി അലൽ ഇത്ലാഖ്, എല്ലാ അമ്പിയാക്കന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും വലിയ ദിക്ർ, ഒരു സംശയവും വേണ്ട, ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് അഫ്ളലു ദിക്രി, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒറ്റ ഹദീസ് കൂടെ പറയട്ടെ, മൻ ഖാല, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ.
ഒരു ദിവസം 100 തവണ ചൊല്ലുക. ഇത് ചൊല്ലാൻ 1 മിനിറ്റ് മതി. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. يحيي ويميت വേണ്ട ഇവിടെ. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. ഒരു ദിവസം 100 തവണ പറഞ്ഞാൽ 100 തവണ ചൊല്ലാൻ ഒരു പക്ഷേ 1 മിനിറ്റിനുള്ളിൽ എന്തായാലും ഒരു 4 5 ചൊല്ലാൻ പറ്റും. അപ്പൊ നമുക്ക് ആകെ വളരെ കുറഞ്ഞ സമയം വേണ്ടു. ഒരു 10 മിനിറ്റിന്റെ അകം 100 ചൊല്ലി തീർക്കാൻ പറ്റും. കാനത് ലഹു അദ്ലു 10 റിഖാബ് 10 അടിമകളെ മോചിപ്പിച്ച കൂലി അല്ലാഹു നൽകും. വകുതിബ ലഹു 100 ഹസന 100 ഹസനത്ത് അല്ലാഹു രേഖപ്പെടുത്തും. വമുഹിയത് അൻഹു 100 സയ്യിഅ 100 തെറ്റുകൾ ചെറുദോഷങ്ങൾ അല്ലാഹു മായ്ച്ചു കളയും. എന്താ ചൊല്ലേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. ഒരു ദിവസം 100 തവണ എല്ലാം മറക്കണ്ട. അദ്കാറു സ്വബാഹ് വൽ മസാഇൽ ഇതൊക്കെ ഉണ്ട്. ഇനി ആ 100 ചൊല്ലിന്റെ 100ലേറെ ആരെങ്കിലും ചൊല്ലിയാൽ നിങ്ങളെക്കാളും കൂലി അവർക്ക് കിട്ടും എന്നല്ലാതെ ഈ പ്രതിഫലത്തോളം എത്താൻ മറ്റൊരു അമലുമില്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാഹ്, അങ്ങാടി ടൗണിക്ക് കടക്കുമ്പോൾ ദിക്റുണ്ട്. അതിൽ യുഹീ വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ. അങ്ങനെ ചൊല്ലിയാൽ 10 ലക്ഷമാണ് അതിന്റെ കൂലി. വളരെ പ്രബലമായ ആധികാരികമായ ഹദീസാണിത്. ഇത് വെറുതെ ചില ഫളായിലുൽ ദിക്റൊക്കെ പറയുന്നിടത്ത് ഒരു പക്ഷേ അതിന്റെ റിവായത്തോ അതിന്റെ സനദുകളോ കാര്യങ്ങളൊന്നും ചിലപ്പോൾ ആരും ശ്രദ്ധിക്കാറുണ്ടാവില്ല. ഈ ഒരു ദിക്ർ വളരെ പ്രബലമായ ദിക്റാണ്. അങ്ങാടിക്ക് ടൗണിലേക്ക് കയറാണോ لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو حي لا يموت بيده الخير وهو على كل شيء قدير. 10 ലക്ഷം തെറ്റുകൾ അല്ലാഹു പുറത്തു കൊടുക്കും. 10 ലക്ഷം നന്മകൾ അല്ലാഹു കൊടുക്കും. 10 ലക്ഷം സ്ഥാനം അല്ലാഹു ഉയർത്തി കൊടുക്കും. യാ അല്ലാഹ്, കതബല്ലാഹു ലഹു അൽഫ ഹസന. അൽഫ് എന്ന് പറഞ്ഞാൽ 10 ലക്ഷം. 10 ലക്ഷം ഹസനത്ത്. വമഹാ അൻഹു അൽഫ സയ്യിഅ 10 ലക്ഷം തെറ്റുകൾ അല്ലാഹു മാപ്പ് ചെയ്തു കൊടുക്കും. വറഫഅ അല്ലാഹു ലഹു അൽഫ ദറജ 10 ലക്ഷം സ്ഥാനം അല്ലാഹു ഉയർത്തി. ഒരു തവണ അങ്ങാടി കിടക്കുമ്പോൾ ചൊല്ലിയാൽ, ഡെയിലി രാവിലെ വൈകുന്നേരം 2 വട്ടം അങ്ങാടി പോകുന്നില്ലേ, ബൈക്ക് എടുത്തിട്ടും വണ്ടി എടുത്തിട്ടും നടന്നിട്ടൊക്കെ അങ്ങാടിക്ക് കയർ സിദ്ധാപുരം ടൗണിലേക്ക് കയറുമ്പോൾ അങ്ങ് ചൊല്ലുക ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എന്താ കാരണം എന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചേർത്ത് പിടിച്ച ദിക്റാണത്. അള്ളാഹു നമുക്ക് സ്വർഗം തരട്ടെ. ഒരു നിമിഷം പോലും നരകത്തിൽ കടത്താതെ അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ. മരിച്ചുപോയവർക്കും മുഅ്മിനാത്തുകളും മുഹിബ്ബീങ്ങളും നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന, നമ്മളെ ദുആയിൽ ഉൾക്കൊള്ളിക്കുന്ന ഇൽമിന്റെ മജ്ലിസിൽ വന്നിരുന്നു പോയ ഒരുപാട് ഇൽമിന്റെ മജ്ലിസുകളിലും ഇതുപോലെ പല സദസ്സുകളും സിദ്ധാപുരത്തും പരിസരങ്ങളിലും പല നാടുകളിലും പല വാദമൊക്കെ നടക്കുന്നില്ലേ, അവിടങ്ങളിലൊക്കെ വന്നിരുന്നു പോയവർ, വരണമെന്ന് കൊതിച്ചവർ, ഓൺലൈൻ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവര്, പിന്നീട് കാണുന്നവര്, നമുക്ക് വേണ്ടി സഹായിച്ചവർ, ഈ പരിപാടിക്ക് വേണ്ടി ബക്കറ്റുമായി വന്നപ്പോൾ നിങ്ങൾ കൊടുത്തിട്ടുള്ള നാണയത്തൊട്ടുകൾ, അല്ലാഹു ഇതൊക്കെ ചെയ്ത എല്ലാ മുഅ്മിനാത്തുകൾക്കും നന്മ ഖൈർ ഖൽബ് കൊണ്ട് നിയത്ത് ചെയ്തവർക്കടക്കം അല്ലാഹുവേ ഒരു നിമിഷം പോലും നരകം തൊടാതെ ഞങ്ങളെയൊക്കെ നിന്റെ സ്വർഗത്തിലേക്ക് നിന്റെ മഹദായ ഫദ്ല് കൊണ്ടും റഹ്മത്ത് കൊണ്ടും അല്ലാഹു നീ പ്രവേശിപ്പിച്ചു തരണമേ. ആബാഅന വമശായിഖന വദവീന വമൻ ലഹു ഹഖ്ഖുൻ വഫദ്ലുൻ അലൈനാ വജമീഅൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഅ മിൻഹും വൽ അംവാത്.